പോലീസ് സേനയിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രമസമാധാനം ഉറപ്പാക്കേണ്ട ഒരു വിഭാഗം ഇന്ന് പരസ്പരം പോരടിക്കുന്നവരുടെ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് ഇതിൽ പങ്കില്ലേ? ശബരിമലയിലെ ഒരു ട്രാക്ടർ യാത്ര കേവലം ഒരു ചെറിയ സംഭവമായിരുന്നില്ല. അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ആഴത്തിലുള്ള പ്രശ്നങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിപ്പുകേടിനെയും തുറന്നു കാട്ടുന്ന ഒന്നായിരുന്നു. ശബരിമല ട്രാക്ടർ വിവാദം ഒരു തുടക്കം മാത്രമാണ്. ADGP MR അജിത് കുമാർ മുട്ടുവേദനയെ തുടർന്ന് ട്രാക്ടറിൽ കയറിയത് ഒരു തെറ്റായിരുന്നു, ഒരുപക്ഷെ ആയിരിക്കാം. എന്നാൽ അതിനെ ഒരു വലിയ വിവാദമാക്കി മാറ്റിയതിന് പിന്നിൽ ആരായിരുന്നു? മാധ്യമങ്ങളിലേക്ക് ഈ ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നിൽ ആരുടെ അജണ്ടയാണ്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പോലീസ് സേനയ്ക്കുള്ളിലെ ചേരിപ്പോരും പരസ്പരമുള്ള കുതുകാൽ വെട്ടും എത്രത്തോളം രൂക്ഷമായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം. അച്ചടക്കമുള്ള ഒരു സേനയിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം ഒരു ഗുരുതരമായ നിയമലംഘനം വന്നത്? അതിന് ഉത്തരവാദി ആരാണ്? ഈ വിഷയത്തിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ആഭ്യന്തര വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് സേനയ്ക്കുള്ളിലെ ഈ അരാജകത്വം കാണാതെ പോകാൻ കഴിയുന്നത്? IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈ പോര് ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. സേനയുടെ മനോവീര്യം തകരുകയും ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. CCTV ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കസ്റ്റഡിയിലുള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുറത്തായത്? ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു അത്. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിന് പിന്നിൽ ഒരു പോലീസ് ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് സർക്കാർ തന്നെ തിരിച്ചറിയണം. അല്ലെങ്കിൽ വരാനിരിക്കുന്നത് കൂടുതൽ വലിയ പ്രതിസന്ധികളായിരിക്കും. ADGPയുടെ ട്രാക്ടർ യാത്രയെ കുറിച്ചുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്? പോലീസ് ആസ്ഥാനത്തിനും ആഭ്യന്തര സെക്രട്ടറിയുടെ ഓഫീസിനും എന്ത് രഹസ്യ സ്വഭാവമാണുള്ളത്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് വിവരമാണ് സുരക്ഷിതമായിരിക്കുക? പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വിഭാഗീയത രൂക്ഷമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകും എന്നതിന് സംശയമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം വാർത്താ പ്രളയങ്ങൾ തടയേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. എന്നാൽ നിലവിലെ അവസ്ഥ ആശങ്കപ്പെടുത്തുന്നതാണ്. പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുകയാണെന്ന ആരോപണം വെറും പാഴ്വാക്കുകളല്ല. ശബരിമല ട്രാക്ടർ വിവാദം അതിന്റെ വ്യക്തമായ തെളിവാണ്. സേനയ്ക്കുള്ളിലെ അച്ചടക്കമില്ലായ്മ, പരസ്പരമുള്ള പോര്, വിവരങ്ങൾ ചോർത്തുന്നത്, ഇതൊന്നും ഒരു നല്ല സർക്കാരിന് ഭൂഷണമല്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നേരിട്ട് ഇടപെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തെ കുറിച്ച് എന്താണ്? തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.